ദുബായിലെ കരാമയിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട നിലയിൽ കേസുമായി ബന്ധപ്പെട്ട് ഒപ്പം താമസിച്ചിരുന്ന ആൺസുഹൃത്ത് പിടിയിൽ. വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയാണ് മരിച്ചത്. തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡയാണ് ദുബായിലെ കരാമയിൽ കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയത്തിലായ ആനിമോളെ UAE എത്തിച്ചത് ഇയാളാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. 1.5 വർഷം മുമ്പ് UAE എത്തിയ ആനിമോൾ ക്രെഡിറ്റ് സെയിൽസ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. കൊലപാതകം നടന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം ആനിമോളെ കാണാൻ പ്രതി അബുദാബിയിൽ നിന്ന് ദുബായിലെത്തിയിരുന്നു. പിന്നീടാണ് മൃതദേഹം താമസ സ്ഥലത്തു നിന്ന് കണ്ടെത്തുന്നത്. ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസവും തർക്കവും കൊലപാതകത്തിലെത്തിയെന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം. ആനിമോളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും വിശദാംശങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കൊലപാതകത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നാണ് വിവരം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജനം, ദുബായ്. ഇടുക്കി തോപ്രാംകുടിയിൽ യുവാവിനെ മർദ്ദിച്ച് കൊല്ലാൻ ശ്രമം. ഉത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോപ്രാംകുടി സ്വദേശി വിജേഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത്. തോപ്രാംകുടി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേള അലങ്കോലപ്പെടുത്താൻ ഒരു സംഘം ശ്രമിച്ചു. കമ്മിറ്റിക്കാർ ഇത് തടയുന്നതിനിടെ വിജേഷും ഇടപെട്ടു. തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ശേഷം ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അക്രമി സംഘം വിജേഷിനെ തടഞ്ഞു. ഇതിനിടെ വാഹനങ്ങളിൽ കരുതിയിരുന്ന കമ്പിപിടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അക്രമി സംഘം വിജേഷിനെ അടിച്ചു വീഴ്ത്തി. തലയ്ക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ വിജേഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കമ്പി അടിച്ച് പിന്നെ ഒരാള് ഒരു കല്ലും കൊണ്ട് കണ്ണിട്ട് അടിച്ചിട്ടുണ്ട്. മുൻവൈരാഗ്യം ഉള്ളതായിട്ടും ഇന്നലെ ഇവന്മാരെ വെല്ലുവിളിച്ചായിരുന്നു. 2-3 കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു അവനെ കൊന്നുകളയും എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഈ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ അന്ന് വൈകുന്നേരം. ഒന്നാം പ്രതിയായ കിരണാണ് വിജേഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. കാമാക്ഷി സ്വദേശികളായ അനന്തു, സച്ചു, തോപ്രാംകുടി സ്വദേശികളായ ശരത്, രാഹുൽ, പ്രകാശ് സ്വദേശി നോബിൾ മത്തായി, അരുൺ, അഭിലാഷ്, പടമുഖം സ്വദേശി സുധീഷ് വാസു, ദൈവമേട് സ്വദേശി വിഷ്ണു KV എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് പ്രതികൾ. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ എറണാകുളത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് അറസ്റ്റിലായ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ജനം, ഇടുക്കി. വീണ്ടും ഇടവേള.
അദ്ദേഹം പറഞ്ഞു. Now, in a diverse nation like ours, and I celebrate that, these rules become even more important. Without them, we risk becoming an island of strangers, not a nation that walks forward together. So when you have an immigration system that seems almost designed to permit abuse, that encourages some businesses to bring in lower paid workers rather than invest in our young people. കുടിയേറ്റം സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നിലപാട് അറിയിച്ചത്. ഗ്രാജുവേറ്റ് വിസകളുടെ കാലാവധി 18 മാസമാക്കി ചുരുക്കുക, വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും യൂണിവേഴ്സിറ്റികൾ നേടുന്ന വരുമാനത്തിന് 6% ലെവി ചുമത്തുക, ബ്രിട്ടനിലെ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്തുക എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമപരിഷ്കരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ വിധി വരുന്നു. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, ഒപ്പം 3 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം എന്നാണ്. നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരയായിരുന്നു കൊലപാതകമാണ് നടന്നത്. അമ്മയെ, സഹോദരിയെ ഒക്കെ കൊന്ന കേതലിന് ഒടുവിൽ ജീവപര്യന്തം എന്ന വാർത്തയാണ് വരുന്നത്. ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, പറയൂ. കൃഷ്ണരാജ, അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. ആ കേസിൽ നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6ന്റെ ഭാഗത്തു നിന്നും കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ജീവപര്യന്തം തടവിനൊപ്പം 3 ലക്ഷം രൂപ പിഴയടയ്ക്കണം കേതൽ ജിൻസൺ രാജ എന്നുള്ളതാണ് നന്ദൻകോട് കൂട്ടക്കൊല കേസിലെ നിർണായകമായിട്ടുള്ള വിധി. കഴിഞ്ഞ 8 വർഷം നടന്ന വിചാരണ നടപടികൾ, തെളിവെടുപ്പ്, ബാക്കി വിചാരണ, മൊഴിയെടുക്കൽ, ഒപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കൽ, അതിനുശേഷം 3 തവണ മാറ്റിവെച്ച കേസിൽ ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 3 ലക്ഷം രൂപ ജിൻസൺ രാജ പിഴയടയ്ക്കുന്നതോടൊപ്പം തന്നെ 12 വർഷം ജീവപര്യന്തം തടവും അനുഭവിക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ജഡ്ജി കെ വിഷ്ണു വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. തുടക്കം മുതൽ നമുക്കറിയാം ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ 2017 ഏപ്രിൽ 5-ാം തീയതി അമ്മയെയും ഒപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഏപ്രിൽ 5-ാം തീയതി തന്നെ അച്ഛനെയും വകവരുത്തുക, അതിനുശേഷം സഹോദരിയെയും കൊന്നതിന് ശേഷം വീടിന് തീയിടുന്ന സാഹചര്യം ഉണ്ടാവുക, അതിനുശേഷമാണ് ലളിത എന്ന് പറയുന്ന ബന്ധുവിനെ അടക്കം കൊന്ന് ബാത്റൂമിൽ സൂക്ഷിക്കുക. ആ സൂക്ഷിച്ച മൃതദേഹം പോലീസ് കണ്ടെടുക്കുന്നത് പുഴുവരിച്ച നിലയിലാണ്. അങ്ങനെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് കൃത്യമായ രീതിയിൽ ഗൂഢാലോചന നടത്തി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലെല്ലാം തന്നെ എങ്ങനെയൊക്കെ കൊല്ലണം, കൊലപാതകം നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് ജിൻസൺ രാജ കൊലയിലേക്ക് എത്തി എന്നുള്ളത് കോടതി അങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ്. കോടതി ആദ്യം മുതൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ കുറ്റക്കാരനാണ്, അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇരട്ട ജീവപര്യന്തമാകും, വധശിക്ഷയാകും എന്നൊക്കെയുള്ള സൂചനകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ ഇപ്പോൾ തള്ളുകയാണ്. ഔദ്യോഗികമായി വിധി പ്രസ്താവം വരികയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയാണെങ്കിൽ 3 ലക്ഷം രൂപ പിഴയോടൊപ്പം തന്നെ 12 വർഷം ജീവപര്യന്തം തടവ് ജിൻസൺ രാജ അനുഭവിക്കുകയും ചെയ്യണം. ഈ 8 വർഷത്തെ വിചാരണ നടപടികളിൽ ഒരിക്കൽ പോലും കോടതിക്ക് മുൻപാകെയോ അല്ലെങ്കിൽ അഭിഭാഷകരുടെ മുൻപാകെയോ ഒരു രീതിയിലുള്ള മനസ്താവവും ഇല്ലാതെ പ്രതികരിച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്, തനിക്ക് മാനസിക രോഗമുണ്ട് എന്നതൊക്കെ വരുത്തി തീർക്കാൻ പ്രതിഭാഗം ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന തെളിവുകളും ശാസ്ത്രീയമായിട്ടുള്ള രേഖകളും ഒക്കെ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ആ നിർണായക കേസിൽ ഇപ്പോൾ വിധി പ്രസ്താവം കൂടി വന്നിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പരമാവധി ശിക്ഷ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം കോടതി നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പ്രതി ജിൻസൺ രാജ, ഈ കേസിലെ ഏക പ്രതിയാണ്, ജിൻസൺ രാജയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ നിർണായകമായ, ഏറെ പൈശാചികമായ, വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്തൊരു കേസിലാണ് ഇന്ന് ശിക്ഷാവിധി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കെ വിഷ്ണു എന്ന് പറയുന്ന അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി ഔദ്യോഗികമായി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ശിക്ഷാവിധിയിൽ അന്തിമവാദം ആരംഭിച്ചപ്പോൾ തന്നെ സമയം മാറ്റിവെച്ചിരുന്നു. രാവിലെ 11 മണിയോടുകൂടി വിധി വരുമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് 1:15 വിധി പറയാൻ കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൂചനകൾ പ്രകാരം വധശിക്ഷയായിരുന്നു ലഭ്യമാകുമെന്നുള്ള സൂചനകൾ ലഭ്യമായിരുന്നത് കോടതിയിൽ നിന്ന്. പക്ഷേ അതൊക്കെ മാറി 12 വർഷം ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നുള്ള നിർണായക വിധി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. ഒരു രീതിയിലും പ്രതിക്ക് മനസ്താപപ്പെടാനോ അല്ലെങ്കിൽ പ്രതി കുറ്റം ചെയ്തതായി സമ്മതിക്കാതിരുന്ന സാഹചര്യത്തിൽ പ്രായമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെയാണ് കോടതി ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്.
നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം ജന്മം നൽകിയ അമ്മ അവരെ രണ്ടുപേരെയും അതിമൃഗീയമായാണ് ഓൺലൈൻ വഴി വാങ്ങിയ മഴു ഉപയോഗിച്ച് അച്ഛനെ ആദ്യം അമ്മയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുക, തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുക, അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അച്ഛനെ അതേപോലെ തന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക. സഹോദരിയും ചെറിയ കുട്ടിയാണ്, പെങ്ങളാണ്, സഹോദരിയാണ്. ആ സഹോദരിയെയും അതേ രീതിയിൽ തന്നെ പൈശാചികമായി കൊലപ്പെടുത്തി ആസ്ട്രൽ പ്രൊജക്ഷന് വിധേയമാക്കാനുള്ള കേതലിന്റെ ശ്രമമാണ് ഇത്തരത്തിലൊരു അരും കൊലയിലേക്ക് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള 117-ാം വീട് മാറിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ നിർണായക കേസിലാണ് 8 വർഷത്തെ വിചാരണ നടപടികൾക്ക് ശേഷം ഇന്ന് ഔദ്യോഗികമായി വിധി വരുന്നത്. അങ്ങനെ കേതൽ 8 വർഷത്തെ വിചാരണ നടപടികൾക്കും വിധി പ്രസ്താവത്തിന് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകും. ജീവപര്യന്തം തടവിനൊപ്പം 3 ലക്ഷം രൂപ കൂടി പിഴ കൂടി വരുന്നതാണ് ഈ ഒരു ഔദ്യോഗിക വിധി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ കേസിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കണം ശാലിനി. കൃഷ്ണരാജ് 2017 ഏപ്രിൽ 5-ാം തീയതിയാണ് ഈ അരും കൊല പുറംലോകം അറിയുന്നത്. ഏപ്രിൽ 5-ാം തീയതി രാവിലെയോടുകൂടി മാധവ് ഡോക്ടറാണ്, അവരെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. താൻ ചെയ്ത ഒരു ഓൺലൈൻ ഗെയിം കാണിച്ചു തരാമെന്നുള്ള വ്യാജേന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ വാങ്ങി വെച്ചിരുന്ന മഴു ഉപയോഗിച്ച് കസേരയിലിരുന്ന ഈ ഒരു ഓൺലൈൻ ഗെയിമിന്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അമ്മയെ ആദ്യം തലക്കടിച്ച് വീഴ്ത്തുന്നു. അടിച്ചു വീഴ്ത്തിയതിനു ശേഷം കൊല സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അടുത്തുണ്ടായിരുന്ന മുറിയിലേക്ക് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് മാറ്റുന്നു. തൊട്ടുപിറകെ ഉച്ചയോടുകൂടി അച്ഛനെയും സമാനമായ രീതിയിൽ ആ മുറിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അച്ഛനെയും സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു. അച്ഛനെയും അതേപോലെ തന്നെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നു. ശേഷം സഹോദരി വളരെ ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, ആ കുട്ടിയെയും അവിടേക്ക് കൊണ്ടുപോയി സമാന രീതിയിൽ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് പോയി വീണ്ടും ജിൻസൺ രാജ് വീട്ടിലേക്ക് എത്തുന്നു. പലർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നു. ലളിത എന്ന് പറയുന്ന അമ്മയുടെ സഹോദരിയും സമാനമായ രീതിയിൽ കൊലപ്പെടുത്തുന്നു, ബാത്റൂമിലേക്ക് മാറ്റുന്നു. പക്ഷേ അച്ഛനോടും അമ്മയോടും സഹോദരിയോടുമുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മനസ്സിലെടുത്തുകൊണ്ട് പുറത്തുനിന്നും വാങ്ങിക്കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് 2 നിലയുള്ള വീടിന്റെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിക്ക് സമീപമുള്ള മുറിയിലിട്ട് 3 പേരെയും കത്തിക്കുകയാണ് കേതൽ ജിൻസൺ രാജ ചെയ്തത്. ആ കത്തിച്ചതിന് ശേഷം ജിൻസൺ രാജ വീടിന് തീപിടിച്ചതിന്റെ സാഹചര്യത്തിൽ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ചെന്നൈക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ചില ബന്ധുക്കൾ അടക്കമുള്ളവരാണ് ഈ വീട്ടിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് എത്തി തീയൊക്കെ അടച്ചതിന് ശേഷം പരിശോധന നടത്തിയപ്പോഴാണ് ബാത്റൂമിൽ ഒരു മൃതദേഹം കൂടി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന പുഴു വരച്ച നിലയിലായിരുന്നു അമ്മയുടെ സഹോദരി ലളിതയുടെ മൃതദേഹം വന്ന് കണ്ടെത്തിയത്. എന്തായാലും ഏപ്രിൽ 5ഉം 6ഉം തീയതികളിൽ നടന്ന കൊലപാതകം തൊട്ടു പിന്നാലെ നാടുവിട്ട ജിൻസൺ രാജ ഏപ്രിൽ 9-ാം തീയതി തിരികെ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസിന്റെയും RPFന്റെയും മുന്നിലേക്ക് ഇയാൾ എത്തുന്നു. പോലീസ് പിടികൂടുന്നു. അതിനുശേഷം കന്റോൺമെന്റ് പോലീസ് അടക്കമുള്ളവരും മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലുകൾ നടത്തുന്നു. പക്ഷേ ആദ്യ ഘട്ടങ്ങളിലൊന്നും സമ്മതിക്കാതിരുന്ന ജിൻസൺ രാജ മാനസിക പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീടാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വന്നത്. മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം, ലാപ്ടോപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ മ്യൂസിയം പോലീസിനടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൽ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി പല ഘട്ടങ്ങളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു. ഒരാത്മാവിനെ എങ്ങനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കാം എന്ന കാര്യങ്ങൾ ജിൻസൺ രാജ നോക്കിയിരുന്നു. കൂടാതെ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിപ്പിക്കാതിരുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് അടക്കം അയക്കാതിരുന്ന പിതാവിനോടുള്ള ദേഷ്യവും വൈരാഗ്യവും അതൊക്കെ ഈ അരും കൊലയിലേക്ക് എത്തി എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തിയപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഒന്നും തന്നെ തനിക്ക് മാനസിക പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ജിൻസൺ രാജ നടത്തിയതെങ്കിൽ പിന്നീട് കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗികമായി കോടതിക്ക് മുൻപാകെ ജിൻസൺ രാജ കൊലപാതകം ചെയ്തത് സമ്മതിക്കുന്നു. പിതാവിനോടുള്ള വൈരാഗ്യം, അച്ഛനോടും അമ്മയോടും സഹോദരിയോടുമുള്ള വൈരാഗ്യം ഗൂഢാലോചന നടത്തി മൊബൈലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശേഖരിച്ചു, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു. കൂടാതെ ഓൺലൈൻ ഗെയിമിന് താൻ അഡിക്റ്റ് ആയിരുന്നു. ആ ഓൺലൈൻ ഗെയിമിൽ ഉണ്ടായിരുന്ന ചില രീതിയിൽ തന്നെയാണ് ഈ ഒരു കൊല നടത്തിയത്. ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ ഓൺലൈനിൽ താൻ വാങ്ങിയ ഫ്ലിപ്കാർട്ടിലൂടെ വാങ്ങിയ മഴുവിന്റെ അടക്കമുള്ള രേഖകളും ബില്ലുകളും അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ തെളിവിലൂടെ പോലീസ് കണ്ടെത്തുന്നു. അതൊക്കെ തിരിച്ചടിയായി കേതൽ ജിൻസൺ രാജയ്ക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുശേഷം പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ, 3 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ശിക്ഷ വിധിച്ചത്. കേസിലെ ഏക പ്രതി കേതൽ ജിൻസൺ രാജ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട് അടുത്ത ബുള്ളറ്റിനിൽ. നമസ്തേ.